glorifying our God, and let each one of us pray for each other. ഇനിയുള്ള അല്പസമയം നമ്മൾ വളരെ ഗൗരവമായി കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. For a few moments we are going to meditate from the word of God in a very serious way. ഈ കേൾക്കുന്ന വചനം നിങ്ങൾ ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. I exhort you all, whatever you are hearing from this pulpit, please meditate on and absorb in your mind. നമ്മളിങ്ങനെ കേൾക്കുന്നു, ആ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ ക്യാരക്ടറിലാണെങ്കിലും അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ കേൾക്കുന്നു എന്നതുകൊണ്ടുള്ള പ്രയോജനം, അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. The messages which we are hearing, it needs to have an impact upon us, which should reflect from our character, whether through our speech or through our actions. ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ അല്പസമയം വചനം പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാനൊരു ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോവുകയാണ്. As I was meditating from the word of God last night, I would like to say something as an introduction. അത് യാക്കോബിൻ്റെ ലേഖനമാണ്, 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. എല്ലാ സർമണും മുമ്പായിട്ട് ആ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് ഇന്നലെ തോന്നി. ജെയിംസ് 1:21 അതാണ് വാക്യം. ജെയിംസ് 1:21. Before all sermons, I think that it is very beneficial if we read this verse, the letter of James, chapter 1, verse 21. വാക്യം എല്ലാവരും ശ്രദ്ധിച്ചോണം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. Therefore, putting aside all filthiness and all that remains of wickedness, in humility receive the word implanted, which is able to save your soul. ആ വാക്യത്തിനകത്ത് വിവരിക്കാനാണെങ്കിൽ പല കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. If I am going to explain, there are several things inside that verse. ഒന്ന്, ചിലത് വിടണം എന്ന് പറഞ്ഞാൽ ദൈവവചനം കൈക്കൊള്ളണമെങ്കിൽ, സ്വീകരിക്കണമെങ്കിൽ ആദ്യത്തെ ലൈനിൽ വായിച്ച എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. If we need to receive the word wholeheartedly, then we need to leave aside certain things. അങ്ങനെ തന്നെയല്ലേ, അതിന് എക്സ്പ്ലനേഷൻ അധികം വേണ്ടല്ലോ. എന്നിട്ട് അത് ഉപേക്ഷിക്കുക മാത്രമല്ല, ഇത് റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹംബിളായിരിക്കണം എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. And not only we need to leave aside certain things in order to receive the word, but also we need to be humble to absorb it. We must receive the word with pure and humble attitude. Amen. ഒന്ന്, വിശുദ്ധീകരിക്കണം നമ്മളെ തന്നെ. രണ്ട്, ഇതിൻ്റെ മുന്നിൽ ഒരു ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ തിരുവെഴുത്തിനെ റിസീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. First we need to be holy, and then we need to be humble. Then only we can receive anything from God. നമ്മൾ അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷേ എന്നാലും അത് റീഫ്രഷ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കണം. Even though we may familiar with certain portions, still we need to repeat several times. നിങ്ങളൊരു വാക്യം വായിച്ച 2 പീറ്റർ ചാപ്റ്റർ 1 അതങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓർക്കണമെന്നാണ് പീറ്റർ പറയുന്നത്. 2 പീറ്റർ ചാപ്റ്റർ 1 എല്ലാവരും എടുത്തോ. എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കൂട്ടിയാൽ മതി. ചാപ്റ്റർ 1 വേഴ്സസ് 12 ഒന്ന് നോക്കിയേ. 12 onwards, 12-15 ആണ്. എല്ലാം വായിക്കാൻ സമയമില്ല. 1:12 എങ്ങനെ വായിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ എന്ത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ, നല്ലോണം അറിയാം. ഈ വാക്യം പറയുമ്പോഴേ അറിയാം. റോമാലേഖനം 1:1 കിടക്കുന്നത്, അല്ലേ സാം 23:1 കിടക്കുന്നത്, എല്ലാം അറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിലും പീറ്റർ പറയുന്ന പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ. അങ്ങനെയാണെങ്കിലും, അങ്ങനെയെന്ന് വരികിലും ഇത് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. Peter here is saying that he is always ready to remind all of them these things, even though they already knew them and has been established in the truth which is present with them.
അതേ കാര്യം പോളും പറയുന്നുണ്ട്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:1 ഒരു കാര്യം പോൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പറയുകയാണ്, അതേ കാര്യം പിന്നെയും നിങ്ങൾക്ക് എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. Again, Paul also mentioned in Philippians, the book of Philippians, chapter 3:1, finally, my brethren, to write the same things again is not a trouble to me, ആ, താഴോട്ട് നോക്കി. and it is a safeguard for you. അങ്ങനെ തന്നെയല്ലേ വാക്യം? Rejoice in the Lord. To write the same things again is no trouble to me. നിങ്ങൾ കണ്ടോ, ഒരു കാര്യം പോൾ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മറ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എത്ര സിമ്പിളാ അല്ലേ കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ള കാര്യം പിന്നെയും റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണ്. അതിൻ്റെ അർത്ഥം എന്നാ? നമ്മളെപ്പോഴും പുതിയത് കേൾക്കണം. ഈ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ആവർത്തനമാണ്, പുതിയതില്ല. അതെപ്പോഴും ഓർത്തോണം. ഞാൻ ഇന്ന് വരെ ആരും കേൾക്കാതെ പറയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അപേക്ഷ. There is nothing new. We are all expecting something new for each time from the pulpit, but there is nothing new. The same thing, just reminding each time. ഈ പുസ്തകത്തിലുള്ളത് 2000 years ആയിട്ട് പ്രസംഗിക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് പുതിയതില്ല. For the past 2000 years, the book is being preached. Out of this scripture, there is nothing to be preached. ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, we must systematically refresh ourselves, not just with new truth, but also with old truth we have already mastered. Amen. Hallelujah. Praise the Lord. Praise you, Jesus. Praise you. ഇച്ചിരൂടെ ഒന്ന് സന്തോഷമായിട്ട് എനിക്കൊന്ന് ഇന്നലത്തെ ആൾക്കാർ കുറച്ചുകൂടെ എന്നോട് കോപ്പറേറ്റീവ് ആയിരുന്നു തോന്നുന്നു അവിടെ ചെന്നപ്പോൾ. Praise the Lord. Praise the Lord. Hallelujah. എത്ര അറിയാവുന്ന കാര്യമാണേലും റിപ്പീറ്റ് ചെയ്ത് വായിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഓൾറെഡി മാസ്റ്റേഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, എന്നാലും അതിനെ റീഫ്രഷ് ചെയ്യാനും അങ്ങനെ ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകട്ടെ എന്നാണ് എൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥന. I always pray, may the Holy Spirit help each one of us to reread and repeat each time and meditate the word deeply. അങ്ങനെ ആ വചനത്തെ റിസീവ് ചെയ്യണമെങ്കിൽ ചിലത് നീക്കി കളയണം, നമുക്കൊരു ഹ്യൂമിലിറ്റി ഉണ്ടാകണം. If we want to receive the word of God, we need to set aside certain things, and also we need to have a humble attitude. ഇതിനോട് ചേർന്നല്ലേ ഫസ്റ്റ് പീറ്ററിൽ പറയുന്നത്, ദൈവത്തിന്റെ വചനം ആകയാൽ സകല ദുഷ്ടതയും 2:1 എല്ലാ ചതിവും വ്യാജഭാവവും 4-5 കാര്യം പറഞ്ഞിട്ട് പറയാം, ഇത് നീക്കി കളഞ്ഞ് വചനമെന്ന മായമില്ലാത്ത പാലം ചെയ്യണം. ഇത് രണ്ടൂടെയും സിൻ ആൻഡ് വേർഡ് ഒരുമിച്ച് പോകുകയില്ല. Amen. That is the reason Peter also exhorted that we need to set aside certain things. He very specifically gave the examples in 1 Peter chapter 2:1. Sin and pure word of God won't go hand in hand. Praise the Lord. Hallelujah. ഞാൻ വളരെ പരിചയമുള്ള, ഞാൻ ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ ഈ ചർച്ചിൽ തന്നെ 2 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തൊരു ചാപ്റ്ററാണ് എക്സോഡസ് 32, 33 and 34. I already preached from these chapters, from this church itself, as the Exodus, the book of Exodus chapter 32. ഞാൻ 2 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. 2 times I delivered messages from this chapter 32 of Exodus. പക്ഷെ വീണ്ടും ഞാൻ ആ വേദഭാഗം വായിക്കാനായിട്ട് തുടങ്ങി, വളരെയധികം കാര്യങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. Again and again I kept reading that chapter and I started noticing a lot of other things. നിരവധി സത്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് പഠിക്കാൻ കൃപ നൽകി. Holy Spirit gave me the privilege to know several truths from this chapter. നമുക്കറിയാം എക്സോഡസ് 32 ആയിരിക്കും ഞാൻ മേ ബി 3 Sundays അതായിരിക്കും പ്രസംഗിക്കാൻ പോകുന്നത്. Maybe 3 Sundays. If God willing, I'm going to preach from the same book, Exodus chapter 32, in the coming 2 Sundays too. പക്ഷേ ഉറപ്പ് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അടുത്ത സൺഡേ മാറുമായിരിക്കും, അറിയാൻ പറ്റത്തില്ല. എങ്കിലും ഇന്ന് തീരെയല്ല, അത്രയും കാര്യങ്ങൾ പഠിക്കാനായിട്ട് കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. I'm sure that I'm not able to completely preach from this chapter. If God willing, I'll preach from it later on. ഈ പ്രവാചക ഇന്ന് ജെറമ്യാവിലൊക്കെ വായിച്ചല്ലോ, ഈ പ്രോഫറ്റ്സ് ഭയങ്കരമായിട്ട് കരയുന്ന നിരവധി വാക്യങ്ങളുണ്ട്. We already heard the prophet Jeremiah. He was a prophet of tears. They were crying several occasions. അത് എല്ലാ പ്രവാചകന്മാരിലും കാണാം. Almost all prophets we can see they were lamenting. അവരുടെ കരച്ചിലിൻ്റെ പ്രധാന കാര്യം എന്നാണെന്നറിയാമോ? ഈ യഹൂദയും ഇസ്രയേലും ഒക്കെ
യാഹ്വേക്കായിട്ടും പ്രാധാന്യത മറ്റ് പലതിനും കൊടുക്കുന്നു. അതാണ് അവരുടെ കരച്ചിൽ. The reason for their cries were people are giving more importance to the world than to God. അവരെ സേഫായപ്പോൾ, യഹൂദ സേഫായി കഴിഞ്ഞപ്പോൾ അവർ യാഹ്വേയെ മാറ്റുന്നു, അവർ വേറെ ദൈവത്തെ സേവിക്കുന്നു. അവർക്ക് ആത്മീയതയേക്കാൾ മറ്റു പലതിനും പ്രാധാന്യതയാകുന്നു. When the Israelites, Jewish people were becoming safe, they were leaving their Savior and they were giving more importance to many other things than God. ജെറമ്യാ വേദനയോടെ പറയുന്നൊരു വാക്യമുണ്ട്, ലോകത്തിൽ ഒരു ജാതികളും അവര് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ദൈവത്തെ മാറ്റാറില്ല, പക്ഷേ ഇസ്രായേൽ എന്നെ മാറ്റിയെന്ന്. Jeremiah, the prophet, was very painfully, he was mentioning that no other nation will turn or change their God except this Israelites. ആ വാക്യം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ നോക്കിയേ, ചാപ്റ്റർ 2, ജെറമ്യാ ചാപ്റ്റർ 2. Jeremiah chapter 2. അതിൻ്റെ 5-ാം വാക്യം, 6-ാം വാക്യം, 11-ാം വാക്യം, അതിൻ്റെ 27-ാമത്തെ വാക്യം. ഇത്രയും വാക്യം വായിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. If we go through the verses 5, 6, 11 and 19, then you can understand the meaning of the verse. വാസ്തവത്തിൽ ജെറമ്യാവിൻ്റെ കരച്ചിൽ എന്നുള്ളത് ദൈവത്തിൻ്റെ ലെവൻ്റാണ്. അതല്ലെങ്കിൽ യാഹ്വേയാണ് കരയുന്നത്, പക്ഷെ അത് പ്രവാചകനിലൂടെയാണ് കരയുന്നത്. Jeremiah's cry was an outpour of lamentation from God. നിങ്ങൾ ആ കരച്ചിലിൻ്റെ എത്രമാത്രം ഡീപ്പായിരുന്നു അറിയണമെങ്കിൽ 11-ാം വാക്യം നോക്കിയേ, ചാപ്റ്റർ 2 വേഴ്സ് 11. ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? യാഹ്വേ ചോദിക്കുക, ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? Yahweh was asking through the prophet here, has a nation changed gods when they were not gods? അവ വാസ്തവത്തിൽ അവൻ്റെ ദേവന്മാർ ട്രൂ ഗോഡ് അല്ലതാനും. But that gods were not true gods. Still, എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. but my people have changed their glory for that which does not profit. ആവശ്യം വന്നപ്പോൾ ഇവർക്ക് യഹോവ വേണമായിരുന്നു. When they have certain needs, they need Yahweh. നിങ്ങൾ ചാപ്റ്റർ 2 ആദ്യം മുതൽ വായിച്ചാൽ മതി. വിൽഡർനെസ് ജേർണിയിൽ ഇവർക്ക് ദൈവത്തെ കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. When we read through the chapter 2, we can see through the wilderness journey without God, they were unable to exist. കാരണം യാത്ര ചെയ്യാൻ വെളിച്ചം വേണം, വസ്ത്രം അവർക്ക് അവിടെ ഇല്ല, ചെരുപ്പ് അവർക്ക് അവിടെ ഇല്ല, വെള്ളമില്ല, ഫുഡില്ല, എല്ലാത്തിനും ദൈവം വേണം. അപ്പോഴെല്ലാം അവർ ദൈവത്തെ സേവിച്ചു. പക്ഷെ കാര്യങ്ങൾ സേഫ് ആയപ്പോൾ അവർ അവരുടെ ദൈവത്തെ മാറ്റിക്കളഞ്ഞു. Throughout the wilderness, they need the Jehovah God because they need for their food and water and for shelter and also for their clothing. But once they were settled and once they had everything, they started to forget the one who called them. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓരോ ചെറിയ ചെറിയ ക്രൈസിസ് ആ ജനത്തിന്റെ മേൽ നൽകി ദൈവം അവരെ വീണ്ടും തന്നിലേക്ക് തന്നെ തിരിച്ചു. During that time period, Yahweh, he gave several punishments or small instincts gave to Israelites to turn back to him. നമ്മൾ ചിന്തിക്കുന്ന ചെറിയൊരു പ്രയാസം വരുമ്പോഴേ പിശാച് ചെയ്തെന്നാ അല്ലേ? When we are thinking that whenever we face small issues or troubles, we are thinking that Satan is behaving. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഫൻഡ് ചെയ്യാം, പക്ഷേ യു ഹാവ് ടു എന്നെ വാക്യം കാണിച്ചു തരണം. ദൈവമക്കളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് കേട്ടെ, ഈ 66 പുസ്തകത്തിൽ ദൈവം ചെവി തുറന്ന് കേൾക്കണം എല്ലാവരും. ദൈവമക്കളുടെ ജീവിതത്തിൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കേട്ടോ? You have to listen very carefully. Without God's permission, no Satan or no other forces can touch a person's life, a child of God's life. നിങ്ങൾ ഹോൾ ബൈബിൾ വായിച്ചു നോക്കൂ. If you go throughout the Bible, ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. പീറ്ററിനോട് ജീസസ് എന്നാ പറഞ്ഞേ? സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ എന്നോട് അനുവാദം ചോദിച്ചു. അയ്യോ, ആ വാക്ക് കണ്ടോ, എന്നോട് അനുവാദം ചോദിച്ചു. അതിന്റെ അർത്ഥം എന്നാ? പീറ്ററിനോട് മാത്രമല്ല, എന്നെ പാറ്റാനാണേലും ആരുടെ അനുവാദം വേണം? ഇത് കേട്ട് എനിക്കറിയാം, പിശാച് പാറ്റുകയാണെന്ന് പറയുന്നത് കൈയടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ പുസ്തകത്തിൽ വാക്കിയില്ല. ഞാൻ എങ്ങനെ പറയുന്നത്? ഒരെണ്ണം നിങ്ങൾക്ക് 66 പുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാമെങ്കിൽ അടുത്ത സൺഡേ ഞാൻ നിങ്ങളോട് അപ്പോളജി പറഞ്ഞ് തിരുത്തി പ്രസംഗിക്കുന്നതായിരിക്കും. ഒരെണ്ണം കാണിച്ചു തന്നാൽ മതി.
The best example we can see, Simon Peter, Lord Jesus was telling him, Satan asked permission to sift you like a wheat. And if you go throughout the Bible, you can see, without God's permission, nobody can touch you. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇയ്യോബിന് ചുറ്റും ഒരു ഫെൻസ് ഉണ്ടല്ലേ? I always remember God protected and put a hedge of protection around Job. ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും പ്രൊട്ടക്ഷൻ ഉണ്ട്, വായിക്കുന്നുണ്ട്. Job and his household, there is a hedge of അവനുള്ള protection. സകലത്തിന് ചുറ്റും എന്തോ ഉണ്ട്. For whole his household, there was a hedge of protection provided by God. ഇയ്യോബിന് അത്രയും ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ എനിക്കും അങ്ങനെ തന്നെ. Amen. Hallelujah. If Job had such a big protection from the Almighty, then we all have that same protection from our God. നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടാകുന്ന രണ്ട് പർപ്പസ് കൊണ്ടാണ്. കർത്താവിനാൽ ഉണ്ടാകുന്ന ക്രൈസിസ് ഉണ്ടാകുന്ന രണ്ട്, ഒന്ന് നമ്മൾ ശരിയാകാനും, രണ്ട് നമ്മളെ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ്. Whenever there is a crisis in our life, there are two things we need to learn. In order to make us holy, He is giving us certain test, and also we need to be like Him. കർത്താവ് അനുവദിച്ചേക്കുന്ന ഒരു ക്രൈസിസും നമ്മൾ എത്ര ശാസിച്ചാലും പോകില്ല. ശ്രദ്ധിച്ചു കേട്ടോണം. God permitted certain crisis in each one of our lives, then nobody can remove it. നമുക്കറിയാം, ഈ ശുശ്രൂഷയിൽ, ഞാൻ സ്പിരിച്വൽ വാർഫെയർ പ്രസംഗിക്കും, വിശദമാക്കി പറയാം. ശുശ്രൂഷയിൽ ഡീമൻസിൻ്റെ മേൽ അധികാരമുള്ള ശുശ്രൂഷകന്മാരുണ്ടല്ലേ? അവർ നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നുണ്ട്. ചിലർക്ക് അങ്ങനെയുള്ള ഗിഫ്റ്റും ഉണ്ട്. There are certain gifts of ministry, gifts of the Holy Spirit to have certain authority over demons. എന്നാൽ ഒരു ആത്മീയന്റെ ജീവിതത്തിൽ പിശാചിന് നേരിട്ട് ഒരധികാരമില്ല. Amen. But to a spiritual man, a man who is truly born again, there is no authority for Satan over his life. അവന്റെ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവന് ക്ലെയിം ചെയ്യാം. മനസ്സിലാവുന്നോ? Amen. If there are certain items of Satan, if we are holding, then Satan has authority over our നമ്മൾ life. പിശാചിന്റെ സ്വഭാവം കാണിക്കുന്നവരാണെങ്കിൽ പിശാചിനെ ഹോൾഡ് ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യമുണ്ട്. If we are showing the behavior and the character of Satan, then Satan has a lot of hold on us. പക്ഷേ നമുക്ക് ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം വിശുദ്ധിയിൽ തുടരുന്നവരാണെങ്കിൽ നമ്മുടെ തമ്പുരാന്റെ സംരക്ഷണ വലയത്തിന് ചുറ്റും അല്ലെങ്കിൽ ഒരു ദുഷ്ടനും നമ്മുടെ മേൽ അവന്റെ അനുവാദം കൂടാതെ തൊടാൻ കഴിയില്ല. But if we are living a holy life and if we do not carry any weapons of Satan, then Satan cannot touch you until and unless God gave him a permission. ഏതെങ്കിലും ദൈവമക്കള് ഓൾ ബൈബിളിൽ നിങ്ങൾ വായിച്ചു നോക്കണം, ഹോൾ ബൈബിളിൽ വായിച്ചു നോക്കണം. അവരുടെ ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടായപ്പോൾ പിശാചിനെ ശാസിച്ച് ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ദൈവമക്കളുടെ കാര്യം പറയുന്നത്. Throughout the Bible, search through the scripture. Is there anyone who cast out demons when they faced certain issues or troubles? പക്ഷേ ശുശ്രൂഷയിൽ പോയപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്. But in the ministry they did for the casting out of പോളിനെ demons. കുത്താൻ ഏൽപ്പിച്ചപ്പം പോൾ പറഞ്ഞ കൃപ തരണം കർത്താവേ എന്നാണ് പറഞ്ഞല്ലേ? When there was a thorn in the flesh of Paul's life, Paul actually mentioned, "Thy grace is sufficient for me." തെസ്സലോനിക്കയിലേക്ക് പോയപ്പോൾ വാതിൽ അടച്ചപ്പോൾ പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. When Paul was deciding to go to Thessalonica, the door was shut. At that time, Paul was asking God to open the door for him. സെരുബാബേലിനെ കുറ്റം പറഞ്ഞപ്പോഴും സെരുബാബേലിന് ഒന്നും പിശാചിനോട് പറയാനായിട്ടില്ല. He is praying to Yahweh. Amen. When Zerubbabel was also accused by Satan, Zerubbabel didn't reply. He just asked, pleaded with God. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും, ഞാൻ ഉഴപ്പി നടക്കുന്നവരോടല്ല പറയുന്നത്, ദൈവകൃപയിൽ ശരണപ്പെട്ട് ജീവിക്കുന്നവരോടാണ് പറയുന്നത്. അങ്ങനെയുള്ള ക്രൈസിസ് വരുമ്പോൾ ഓർത്തോണം, കർത്താവിന് എന്നെ നേരെയാക്കാനും കർത്താവിന് എന്നെ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരാനും ദൈവം അനുവദിക്കുന്നതാണ്. If a person is truly born again and living a holy life, if you are facing any struggles or difficulties or any kind of trials, you have to understand that God is actually pruning you to be more holy and to be more mature. നിങ്ങൾക്കറിയാമോ, ഈ ജെറമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവത്തെ മാറ്റിക്കഴിഞ്ഞപ്പം കർത്താവ് അവരെ പ്രവാസത്തിലേക്ക് വിടുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ പ്രവാസത്തിൽ വിട്ടത്? They started idol worship. അതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. When the people of Israelites, when they left God, God is allowing them to go to wilderness because they are following idols.
അവരെ വിട്ടത് എക്സൈലിലേക്ക് വിട്ടു. Yeah, they went into exile because they left the true God and they started idol worshipping. ആ 70 വർഷം അവർ ബാബിലോണിലായിരുന്നു. And during that 70 years of time period, they were slaves in Babylon. അവർ മടങ്ങി വന്നതിന് ശേഷം പിന്നെ ഐഡൽസിന്റെ പുറകെ പോയിട്ടില്ല. മനസ്സിലാവുന്നോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? After they came back from exile, they didn't go again back to worshipping idols. Praise the Lord. കണ്ടോ, കർത്താവ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ്. Hallelujah. God is doing certain things in order to fulfill His purpose. ഇനി നോക്കിയേ, എക്സോഡസ് 32 നമ്മൾ പോകാനായിട്ട് പോവാം. ദൈവം അല്ലെങ്കിൽ ഈ ജനം ദൈവത്തെ മാറ്റിയ ആദ്യത്തെ സംഭവമാണ് എക്സോഡസ് 32. First time they removed their true God and they started to idol worship. That we can see in the book of Exodus chapter 32. നിങ്ങൾ 32 ഒന്ന് വരാമോ? If you turn back your attention to the book of Exodus chapter 32. 32 മുതൽ 10 വരെ വായിക്കണം. പക്ഷേ ഇന്ന് എല്ലാം ഒന്നും വായിക്കാനായിട്ട് സമയമില്ല. ചില കാര്യങ്ങൾ മാത്രം പറയാം. First 10 verses today, if the time allows, I will go through it. നിങ്ങൾ അതിന്റെ 1-ാം വാക്യം നോക്കി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ വളരെ ഗൗരവമേറിയ ഒരു 5-6 കാര്യം എനിക്ക് പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ മോശ 32:1 എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. The context is when people saw that Moses was delaying coming from the top of the mountain, the people started to ask, make us a God who will go before us. നിങ്ങൾക്ക് ജെറമ്യ 2 ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പം അവര് ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെട്ടു, ശത്രുവിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സേഫ് സോണിലെത്തിയപ്പം അഹരോന്റെ അടുക്കൽ ജനം എന്ന് പറയുകയാണ്, മോശ 40 ദിവസമായി നമ്മളെ വിട്ടു പോയിട്ട് ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. They are changing their God. Amen. We are very effectively connect. We can connect from Jeremiah chapter 32, and that is they are changing their God. When everything went well, they tried to forget their true God and they started to turn to idols. ഇത്രയും നന്മകൾ അനുഭവിച്ച, ഇത്രയും അനുഗ്രഹങ്ങൾ അനുഭവിച്ച ഒരു ശ്രേഷ്ഠ ജാതി എന്ന് വിളിക്കാവുന്ന ആ ജനം 40 ദിവസം വെയിറ്റ് ചെയ്യാൻ കഴിയാതെ ഒരു കാര്യത്തിന് അവർ പ്രതീക്ഷിച്ചത് ലഭിക്കാതിരുന്നപ്പോൾ they changed their God. Amen. Such a greatest nation and a chosen people, when they thought to receive certain things, and then when they saw that there is a delay about Moses coming from the mountain, they already started to forget their true God and started to turn to idol worship. ഒരു ഭക്തൻ പറഞ്ഞേക്കുന്നത്, ഹോൾ ബൈബിളിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ ഏറ്റവും തകർത്ത സംഭവം എന്നാണ് ചാപ്റ്റർ 32 വ്യാഖ്യാനിച്ചേക്കുന്നത്. ഓൾ ബൈബിൾ. One man of God said that the whole book of Bible, the chapter which broke our father's heart is this chapter 32 of the book of Exodus. നിങ്ങൾ 32:4 നോക്കിയേ. If you look through verse 4, അവിടെ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി രൂപം വരുത്തി എന്നാണ് വായിക്കുന്നത്. we can see there with their graving tool they fashioned and made a molten calf. 5-ാമത്തെ വാക്യം കണ്ടോ? അവരാ കാളക്കുട്ടിക്ക് ഉത്സവം എന്നല്ല പറഞ്ഞത്, യഹോവയ്ക്ക് ഉത്സവം എന്നാണ് പറഞ്ഞത്. കണ്ടോ? And in verse 5 they were not saying for the golden calf there will be a feast, but they were saying there shall be a feast to the Lord. ദൈവഹൃദയത്തിന്, ഇനി എന്നെ ശ്രദ്ധിച്ചേ, ദൈവഹൃദയത്തിന് ഇത്രയും വേദന ഉണ്ടാക്കുന്നൊരു കാര്യം, The biggest pain, അത്ഭുതകരമായ ദൈവിക ഇടപെടൽ കൊണ്ട് ആ നാട് കടത്തി സൂപ്പർ നാച്ചുറൽ മിറക്കിളിലൂടെ അവരെ ഇക്കരെ കൊണ്ടു കഴിഞ്ഞപ്പോൾ, അല്പകാലം കഴിഞ്ഞപ്പോൾ അവരവരുടെ ദൈവത്തെ മാറ്റി ഒരു കാളയെ ഉണ്ടാക്കി അതിനെ വിളിക്കുക യാഹ്വേ. within a short period of time they were forgetting the extraordinary ways of God's providence and they were changing their true God with an idol golden calf.
നമുക്കും ദൈവത്തെ വേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? എപ്പോഴും വേണമായിരുന്നു കർത്താവ്. We also had the same kind of tendency. We also had a time period when without God we cannot exist. ഇന്ന് നമ്മൾ മറ്റ് പലതിനുമാണ് ദൈവം എന്ന് പേരിട്ടേക്കുന്നത്. Am I right? But currently we are trusting in many other things and we are calling many human worldly things as God. അതിനാ പ്രാധാന്യത. We are giving more importance to worldly ഇതിനെല്ലാം matters. കാര്യം എന്നാണെന്നറിയാമോ? ഇതിനെ കൺസൈസ് ആയിട്ട് പ്രസംഗിക്കുന്നത് സ്റ്റീഫനാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ. This is being concise delivered by Stephen in the book of സ്റ്റീഫന്റെ ആ Acts. പ്രസംഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇസ്രായേൽ മക്കള് ചെയ്ത ആ പാപത്തിന്റെ വിശദീകരണം ഒറ്റ സർമണിലൂടെ സ്റ്റീഫൻ കൊടുക്കുകയാണ്. The book of Acts, we can see Stephen was delivering a sermon by giving one chapter full of what Israelites went through. എത്ര പേര് ഓർക്കുന്നുണ്ട്? നേരത്തിലെ 2 years ബാക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ സ്റ്റീഫനെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ. 2 years back, I systematically delivered a message of Stephen. പ്രൈസ് ദി ലോർഡ്. സ്റ്റീഫന്റെ പ്രസംഗത്തിനകത്ത് ഒരു വാചക ശ്രദ്ധേയമാണ്. 7:39 സ്റ്റീഫൻ എന്നാ പ്രസംഗിക്കുന്നതെന്ന് അറിയാമോ? ഈ പാസേജ്, ഈ ഭാഗമാണ് സ്റ്റീഫൻ പ്രസംഗിക്കുന്നത്. 7:39 ഇങ്ങനെ വായിക്കുന്നത്, "They turned to Egypt in their heart." Amen. അവര് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. Stephen was delivering a beautiful message of this nation Israel, how they rejected. He was mentioning one beautiful phrase. Their hearts turned back to Egypt. ശരിയല്ലേ? അവരെന്തുകൊണ്ടാ കാളക്കുട്ടി ഉണ്ടാക്കാൻ കാര്യം? Why did they make a golden calf? അത് ഈജിപ്തിലെ ഒരു ഗോഡാണ്. Because a calf is one of the gods ആ of Egypt. ഗോഡിനെ പറ്റി പല അസംഷൻസ് ഈജിപ്തിലുണ്ട്. In Egypt there were several assumptions regarding ചില calf. പ്രത്യേക കാര്യത്തിന് ഈജിപ്ഷ്യൻസ് ആ ഗോഡിനെയാണ് സെർവ് ചെയ്യുന്നത്. Egyptians were serving one of the gods of this. Their gods is calf and they were praying ഈ for ഒരു certain things. പ്രത്യേക ക്രൈസിസ് ജനം പറയുകയാണ്, ഇവിടുന്ന് മുന്നോട്ട് പോകാൻ ആ ദൈവത്തെ വേണം. In a special circumstance, this Israelites, the true nation is asking, we need a God like that golden calf. ശരീരം ഇസ്രായേലിലാണെങ്കിലും ഹൃദയം കൊണ്ടവർ ഈജിപ്തിലേക്ക് തിരിഞ്ഞു. Though their body were located in Israel, their mind and their devotion went back to Egypt. നമ്മുടെ പേരും ദൈവമക്കളെന്നാണ് അല്ലേ? എല്ലാവരുടെയും പേര് We ദൈവമക്കളാണ്. are also named as children of God. പക്ഷേ നമ്മുടെ ഹൃദയം എവിടാണ് ഇരിക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്, അത്യാവശ്യമായി But പരിശോധിക്കപ്പെടേണ്ടതാണ്. we all need to examine our hearts, and immediate examination. Where is our hearts dwell? Where are our hearts dwelling? ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ഒരു വാക്ക് ആവർത്തിച്ച് പറയാറുണ്ട്. നമ്മുടെ വാല്യൂ സിസ്റ്റം ലോകത്തിലുള്ളതിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നെങ്കിൽ പേരെന്താണെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ഹൃദയവും ഭൂമി തന്നെയാണ്. In the several times I repeated in the past few weeks, what is our value system? If we are giving our value system as a worldly system, then even though we are named as Christians, we are worldly people. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ടെന്നൊക്കെ പാടും. ഒരു പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് പാട്ട് പാടുമ്പോഴാണെന്നാണ് പറഞ്ഞത്. One man of God said that we are lying when we sing songs. കാര്യം നമ്മൾ ആ ഒരു എന്നാ പറയുക, നല്ലൊരു കൊയർ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൂടെ എന്ത് ചെയ്യുകയാണ്? പാടുകയാണ്. When there is a beautiful choir leading certain beautiful lyrics of the song, പക്ഷെ നമ്മുടെ പ്രാധാന്യത മുഴുവൻ ലോകത്തിന്റെ വാല്യൂ സിസ്റ്റമാണ്. though we are giving our most of our values as the values of this world, still we can sing loudly about God. ബൈബിൾ പറയുന്നത് സൗന്ദര്യം വ്യർത്ഥമാണെന്നാണ്, പക്ഷെ നമുക്ക് ഏറ്റവും പ്രാധാന്യം തന്നെയാണ്. Beauty is vain. That's what in Proverbs, the book of Proverbs is saying. Bible is saying beauty is fleeting and is in vain. തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. ഓൾഡ് ടെസ്റ്റ്മെന്റാണ് പ്രസംഗിക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് പോളിനെ എടുത്തിട്ട് എത്ര കാലമായി വരിക? കുറച്ചു കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ചേക്കുക. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. ആത്മീയത എന്ന് പറഞ്ഞാൽ സൺഡേ ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന അല്ല ആത്മീയത. We need to think deeply. When one Sunday morning, if we are doing something on the stage or on the audience, that is not spiritual നമ്മൾ worship. ആത്മീയരാകണമെങ്കിൽ ബൈബിൾ എന്ത് പറയുന്നു അതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡേർഡ്. അല്ലാത്ത ആരും പ്രീച്ചർ ആത്മീയനായിരുന്നെങ്കിൽ ഞാൻ ഒന്നാമത് തന്നെ. Amen. അങ്ങനെ വാക്കില്ല. Whatever Bible says, we need to obey. Then only we can be a true spiritual man. പ്രിയപ്പെട്ടവരെ, എന്നാ അവർ കാളക്കുട്ടി ഉണ്ടാക്കിയെന്നറിയാമോ? അവളുടെ ഹൃദയം തിരിഞ്ഞതുകൊണ്ടാണ്. എന്നാ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയത്? അവൾ ഓടിപ്പോന്നിട്ടും സോദോം അവിടെ അകത്തുനിന്ന് പോയില്ലായിരുന്നു. അതായിരുന്നു പ്രശ്നം.
Why did they make a golden calf and why do they start to pray? Because their heart was deviated to foreign God. And നമ്മുടെ അകത്ത് ലോകത്തിന്റെ വാല്യൂ സിസ്റ്റം ആണോ എന്ന് എങ്ങനെ അറിയാമെന്നറിയാമോ? നമ്മൾ സംസാരിക്കുന്നത് ലോകം പറയുന്നത് തമ്മിൽ ഒരു വ്യത്യാസമില്ല. how we can measure whether we are worldly or holy through our speech and our actions, it will automatically ലോകം reflect. പറയുന്ന പോലെ നമ്മൾ പറയും, ലോകം ബിഹേവ് ചെയ്യുന്ന പോലെ നമ്മൾ ബിഹേവ് ചെയ്യും. Like world we behave and like world we say. Praise the Lord. ഇവര് ഹൃദയം കൊണ്ട് ഈജിപ്തിലേക്ക് തിരിഞ്ഞു. ഇന്ന് പകൽ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ പറയുകയാണ്, ആത്മീയനാണെങ്കിൽ ബൈബിളാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. എപ്പോഴും ഓർത്തോണം, ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയും തോറും പ്രോഗ്രസീവായിട്ട് വളരുന്നെങ്കിൽ ഞാൻ കർത്താവിനോട് അടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ലോകക്കാരനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. We need to examine ourselves. Do we have a progressive sanctification? Otherwise, there is no difference between us and a worldly man. Praise the Lord. ഇവിടെ Hallelujah. നിങ്ങൾ എപ്പോഴേലും ടൈം കിട്ടാമെങ്കിൽ എക്സോഡസ് 24-31 വായിക്കണം. If you have certain time, then read through Exodus chapter 29 through 30, 24-31. 24 through 31. അവിടെ മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടെ. ഇപ്പം വായിക്കാൻ പോയാലൊന്നും വായിച്ച് തീരുകയില്ല, ഒരു 1-2 മണിക്കൂർ വേണം. Throughout that areas we can see. അതിനടുത്ത് പറയുന്ന സമ്മാൻ സബ്സ്റ്റൻസ് എന്നാണെന്നറിയാമോ? നിങ്ങൾ എങ്ങനെ ജീവിക്കണം, in നിങ്ങൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, പുരോഹിതൻ എങ്ങനെ ആയിരിക്കണം, അവൻ്റെ വസ്ത്രം എങ്ങനെ ആയിരിക്കണം, ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണം, ലോ ആൻഡ് ഓർഡർ ആണ് ആ അധ്യായങ്ങളിൽ മുഴുവൻ. Throughout the chapters from 24 onwards, the book of Exodus gave us the law and order in order to how to live. ദീർഘമായ ഇൻസ്ട്രക്ഷൻ ആണ്. It's a detailed and specific instructions how to live on this earth. നിങ്ങൾ ആലോചിക്കേ, ഈ ഇൻസ്ട്രക്ഷൻ എന്നെ നോക്കിയേ, മോസസും യാഹുവയും ഫേസ് ടു ഫേസ് ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മലയുടെ മുകളിൽ. These instructions are being delivered to Moses, and Moses and Yahweh were talking face to face. 40 ദിവസത്തെ കോൺവെർസേഷൻ ആണ് ഈ ജനം എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. 40 ദിവസം, 40 days of conversation between face to face God and Moses, how to live a life on this earth. എന്നാൽ നിങ്ങൾ 32-ാം അധ്യായത്തിൽ കണ്ടോ, ഈ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ഒരു ഇൻസ്ട്രക്ഷനും ഇല്ല, ഒരു റൂളും ഇല്ല, ഒരു ലോയും ഇല്ല, ഒരു ഹോളിനെസ്സും ഇല്ല. ജനം തങ്ങൾക്ക് ബോധിച്ച പോലെ നടക്കുകയാണ്. At that same time, when Moses was talking face to face for 40 days in the mountain top, but on the bottom of the mountain, people, there were no schedule, there were no order. They were forgetting their true God. ഇങ്ങനെ അങ്ങ് പറയാം, കാളക്കുട്ടിയെ ആരാധിക്കാൻ ലോ ഒന്നുമില്ല, എങ്ങനെ ആരാധിക്കാം? In order to worship an idol God, there won't be any schedules or there won't be any restrictions. കാളക്കുട്ടിയെ ആരാധിക്കുന്ന കൂട്ടത്തിൽ സിന്നും ചെയ്യാം, ഒരു റൂളും ഇല്ല അവിടെ. In order to worship an idol, a calf, there were no sin or no rules or punishment. അവിടെ എന്തുമല്ല, Whatever we can do, we ഒരു can do it. റെസ്ട്രിക്ഷനും ഇല്ല, ഒരു ലോ ആൻഡ് ഓർഡറും ഇല്ല, നത്തിങ്. There were no law and order, then they can live by themselves in whichever way they want to. ദൈവത്തെ ആരാധിക്കാൻ അവിടെ ഓർഡർ ഉണ്ട്, അവിടെ ലോ ഉണ്ട്. സിൻ ആൻഡ് വർഷിപ്പ് cannot go together. Amen. But for it, in order to worship a true God, there is a specific order and there is a specific law. നിങ്ങൾ 25-ാം അധ്യായമൊക്കെ വായിച്ചാൽ മതി. വെരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് യാഹ്വേ കൊടുക്കണം, വെരി മൈന്യൂട്ട് ഡീറ്റെയിൽസ്. If you go through chapter 25, the book of Exodus, very minute details also God is giving specific instructions. ഈ ഹോളി ഗോഡ്, ശ്രദ്ധിച്ചു കേട്ടെ, ഹോളി ഗോഡ് ഹോളി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മുകളിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. A holy God is giving holy instruction from the mountain top. അതിനെ ഇങ്ങനെ പറയാം, God is revealing about himself. Amen. God is revealing his heart or himself. താഴെ ഒരു ഗ്രൂപ്പ്, Amen. അവർക്ക് പറ്റിയ ഒരു ദൈവത്തെ ഉണ്ടാക്കുകയാണ്. മനസ്സിലാവുന്നോ? Amen. God is എന്നെ കൂടെ അല്പം കൂടെ ഗൗരവമായിട്ട് വന്നേ. മേളിലെ ട്രൂ ഗോഡ് തന്നെ പറ്റിയുള്ള റെവലേഷൻ കൊടുക്കുമ്പോൾ താഴെ ഒരു ഗ്രൂപ്പ് ഒരു റൂളും ഇല്ലാതെ അവർക്ക് പറ്റിയ ഒരു ദൈവത്തെ ഉണ്ടാക്കുകയാണ്. on the mountain top, a true God is revealing his heart. At that same time, on the downside of the mountain, a group of people revealing their own heart without any order.
മൗണ്ടനിൽ നമ്മൾ കാണുന്നത് Amen. ഗോഡ് ഓഫ് റെവലേഷൻ, Amen. And താഴെ നമ്മൾ കാണുന്നത് ഗോഡ് ഓഫ് ദെയർ ഇമാജിനേഷൻ. Amen. On mountain top, എനിക്ക് അതൊക്കെ വിവരിക്കാൻ അറിയാൻ മേല, അതുകൊണ്ടാണ്. Amen. Mountain top, they are seeing a God of revelation. But on the bottom of the mountain, they are seeing and seeking a God of their own imagination. ആ ദൈവത്തെ സേവിക്കണമെങ്കിൽ റൂൾ ഉണ്ട്, ആ ദൈവത്തെ സേവിക്കണമെങ്കിൽ ലോ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രാധാന്യത ഹോളിനെസ് ആണ്. അവരുടെ ഇമാജിനേഷനിലുള്ള ദൈവത്തെ സേവിക്കാൻ ഒരു റൂളും ഇല്ല. Amen. A holy God. If we need to worship a holy God, there is a rule and there is a law and there is an order. But if there is a God who is according to their own imagination, there won't be any law, any rule, any order. Psalm number 50 verse 21 ഒരു വാക്യമാണ്, നമുക്കറിയാവുന്ന വാക്യമാണ്. ദൈവത്തെ മറക്കുക. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പം Amen. നിങ്ങൾ ഓർത്തു ഞാൻ നിങ്ങളെപ്പോലെ ഉള്ളവനെന്ന്. വായിച്ചോ? ഞാൻ മിണ്ടാതിരുന്നപ്പം Amen. നിങ്ങൾ എല്ലാവരും ഓർത്ത് ഞാൻ നിങ്ങളെപ്പോലെ ഉള്ളവരാ. You thought that I was just like you. No. Hallelujah. Psalm 50 we can see God was saying, these things you have done and I kept silence. You thought that I was just like you. പ്രിയപ്പെട്ടവരെ കേട്ടെ, Hallelujah. നമ്മുടെ അസംഷനിലുള്ളൊരു ദൈവത്തെ നമ്മൾ ആരും വിശ്വസിക്കരുത്. എല്ലാവരും കേട്ടെ, നമുക്ക് പറ്റിയൊരു ദൈവത്തെ നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് പറ്റിയ നിലയിലുള്ള ലൈനുകളും ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിനെ വിശ്വസിക്കരുത്. നമുക്കൊരു ദൈവത്തെ ഉള്ളൂ, ഒരു ദൈവം ഉള്ളൂ. ആ ദൈവം ആരാന്നുള്ളത് ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇത് വിട്ട് ഒരു പരിപാടിയും കർത്താവ് ചെയ്യല. Do not ever believe a God of your own imagination, but always believe in a God which is very specifically and clearly explained in the book of Bible. Believe in that God. സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ ഉണ്ടാക്കിയാലുള്ള ഗുണം എന്നാണെന്നറിയാമോ? Do you know if we make a God according to our own imagination, what is the benefit out of it? ആ ദൈവം നമ്മുടെ ഒരു കാര്യത്തിൽ ഇടപെടുകയില്ല. That God will not interfere in any of our personal ആഴ്ചയിൽ 6 matters. ദിവസം എങ്ങനെ വേണേലും നടക്കാം. He never interfere in our personal matters. We can walk in any ways which we are pleasing to throughout the days of the week, and that God won't interfere with you. A God of our own make will not interfere with our life. But true God and a living God, He will get involved in everything in our life. Amen. Hallelujah. നമ്മൾ ഉണ്ടാക്കുന്ന ദൈവം Hallelujah. ഒരിക്കലും നമ്മുടെ കാര്യത്തിൽ എന്ത് ചെയ്യില്ല. കാളക്കുട്ടി ഇവരുടെ കാര്യത്തിൽ ഇടപെടുവോ? Amen. ഇടപെടത്തില്ല. A God. ആ വാക്യം നിങ്ങൾ കണ്ടോ? വേഴ്സ് നമ്പർ 6 32 വേഴ്സ് 6. പിറ്റേന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു. നോക്കിയാൽ കാളക്കുട്ടി ആരാധിക്കാൻ രാവിലെ പോരുകയാണ്. സഭായോഗത്തിന് വരുന്നില്ലെങ്കിലും കാളക്കുട്ടി ആരാധിക്കാൻ എപ്പോൾ പോവും? അവിടുത്തെ പ്രയോഗങ്ങൾ നിങ്ങളുണ്ടോ? അത്ര ഇഷ്ടമാണ്. കാര്യം ഇവർക്ക് പറ്റിയ ദൈവമാണ്. ഇവരുടെ കാര്യത്തിൽ ആ ദൈവം ഇടപെടത്തേയില്ല. വല്ലപ്പോഴും 10-100 രൂപ കൊടുത്താൽ മതി, കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യും? തീരും. Hallelujah. We can see their pattern in verse 6. The next day they rose early and offered burnt offerings and brought peace offerings to, and people sat down and they started to worship an idol god. നിങ്ങളെ വാക്ക് കണ്ടോ? അധികാലത്ത് എഴുന്നേറ്റു, ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങൾ അർപ്പിച്ചു. ഒരു റൂളും ഇല്ല കേട്ടോ. അകരം ചുമ്മാ ചെയ്യുക. എങ്ങനെ ചെയ്യണമെന്നൊന്നും വായിക്കുന്നില്ല, പുള്ളി അങ്ങ് ചെയ്യാണ്. The Israelites were started to worship according to their own order and there were no order or law. അടുത്ത വാക്കുണ്ടോ? ജനം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു. എന്താണ് വാക്യത്തിൻ്റെ അർത്ഥം എന്ന് അറിയാമോ? ഇതിന് ശേഷം ആ ജനം ഇമ്മോറാലിറ്റിയിലേക്ക് പോയി എന്നാണ് കളിപ്പാൻ എഴുന്നേറ്റു എന്ന വാക്കിൻ്റെ അർത്ഥം. What is the meaning of then the people sat down to eat and to drink and rose up to play? What is the meaning? The people already actually very fastly turning to immorality. എന്ന് പറഞ്ഞാലേ ഐഡൽ വർഷിപ്പ് കഴിഞ്ഞപ്പോൾ വാ നമുക്ക് എല്ലാവർക്കും കൂടെ സോക്കർ കളിക്കാൻ പോകാൻ നല്ല വാക്യത്തിൻ്റെ അർത്ഥം. After starting an idol worship, they didn't go to play a soccer field. കാരണം അവരുണ്ടാക്കിയ ദൈവം അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്നില്ല. മനസ്സിലാവുന്നോ? Because they created a God of their own imagination. That God is not interfering with their actions. വളരെ പർട്ടിക്കുലർ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ദൈവം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇൻവോൾവ് ആകുന്ന ദൈവമാണോ? Let me ask you in a very true and honest way. Is our God interfering with each one of us in our personal day-to-day lives?
7 days a week, Amen. 24 hours a day. Amen. ഈ ദൈവം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇൻവോൾവ് ആണോ? 24/7 is this God interfering every moment in our personal lives. നമുക്ക് ഞാൻ ഇടയ്ക്ക് പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പേഴ്സണൽ ലൈഫും ക്രിസ്ത്യൻ ലൈഫും അങ്ങനെ രണ്ടെണ്ണം ഇല്ല, ഒന്നേ ഉള്ളൂ. Amen. As a child of God, there won't be two lives, a personal life and a Christian life. ഞാൻ സൺഡേയിൽ ഈ പുൾപ്പിറ്റ് നിൽക്കുമ്പോഴും ഇത് തന്നെയാണ്, എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്, എൻ്റെ പബ്ലിക് ലൈഫിലും അങ്ങനെ തന്നെയാണ്. അല്ലാത്ത പക്ഷമുണ്ടല്ലോ, ആ ദൈവം ബൈബിളിലെ ദൈവമല്ല. If whenever I stand on the pulpit, that same life should be throughout the week. If I do not have that same life throughout the days of the week, then the Bible in the book of Bible, the God of the Bible won't be a God of mine. ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പഴയ ആൾക്കാർക്ക് ഓർക്കാൻ പറ്റുമായിരിക്കും. പണ്ടൊരാൾ ഒരു പ്രീസ്റ്റിനെ, ചർച്ചിലെ ഒരു പ്രീസ്റ്റിനെ കാണാനായിട്ട് പാഴ്സനേജിലേക്ക് പോയി. A person came to see the priest from the parsonage, so he went into the parsonage. ആ പ്രീസ്റ്റ് പുതുതായിട്ട് ആ ചർച്ചിലേക്ക് വന്നായിരുന്നു. That priest came to that parsonage for the first time. ഈ വ്യക്തി അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു അല്പം പ്രായമുള്ള ഒരാൾ ഒരു ചെയർ ഇരിക്കുകയാണ്. And when this person came into the parish hall, that one old man was sitting in a chair. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രീസ്റ്റിനെ ഒന്ന് കാണാൻ വന്നാ, ഞാൻ കഴിഞ്ഞ സൺഡേയിൽ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു, ഒന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞു. That man said, last week I was unable to attend. I came to meet the priest of this chapel. അന്നേരം ഈ പ്രായമുള്ള ആൾ പറഞ്ഞു, പ്രീസ്റ്റിനെയാണ് കാണണമെങ്കിൽ എന്താ പറയുന്നത്, ഇവിടുത്തെ ലാംഗ്വേജ്, ഇവിടുത്തെ ഈ ആയക്ക് എന്നാ പറയുന്നത്, നമ്മുടെ ഈ തുണിയൊക്കെ ഇടുന്നത്, അല്ല വേറെ രീതി പറയാം, പ്രീസ്റ്റിനെയാണ് കാണുന്നതെങ്കിൽ ആ ഡിഷ് വാഷ് ആ ഡ്രയറിൻ്റെ മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. That old man said, if you want to see the priest, go and look up the top of the dryer. അദ്ദേഹം നോക്കിയപ്പം പ്രീസ്റ്റിൻ്റെ ഉടുപ്പൊക്കെ മടക്കി ഉണക്കി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചേക്കാണ്. Then this man looked and he saw the clothes were folded on top of the dryer. ഈ പ്രായമുള്ള ആൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? This old man, what is the meaning? He said, ഈ പുള്ളി തന്നെയാണ് പ്രീസ്റ്റ്. that man himself was the priest. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം പ്രീസ്റ്റ് ആകുന്ന ഉടുപ്പിടുമ്പോൾ മാത്രമാണെന്നാണ്. That priest became a priest once he wore the priestly garments. That's what he said. അത് പറ്റിയല്ല. That should not be the എക്സാമ്പിൾ കണക്ട് ചെയ്യാൻ പറ്റിയോ? I believe that the example is able to connect. നമുക്ക് അങ്ങനെ മലയാളത്തിൽ പറഞ്ഞില്ലേ, പാമ്പിനെ കാണുമ്പോൾ തല കാണിക്കുകയും മീനെ കാണുമ്പോൾ വാല് കാണിക്കുകയും ചെയ്യാൻ പറ്റുകയില്ല. 24/7 നമ്മൾ ക്രിസ്ത്യാനിയാണ്. പണ്ട് ഞങ്ങളുടെ എൻ്റെ നാട്ടിൽ പറഞ്ഞൊരു കാര്യമാണ്, എന്നോട് പറഞ്ഞു എൻ്റെ ഉപദേശി, സൺഡേ കൂടെ മാത്രം ട്രാക്കേ കൂടെ പോകുന്ന ട്രെയിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. Back home in my church, one of the persons asked me, only Sunday is there a train goes through the track? അപ്പോൾ ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കമൻറ്റ് കേൾക്കണം, ഞങ്ങളുടെ ചർച്ചിലോട്ട് വന്നാൽ മതി എന്ന്. Then that man told me that, do you want to the trains only go through the track only on Sundays? If you come to our church, you can see such type of trains. എല്ലാം മനസ്സിലായല്ലോ? I believe you got it. അതിനെ മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നത്. നോ, ഈ അധികം അറിഞ്ഞവനോട് അധികം ചോദിക്കും. If you listen more, you will be asked more. Especially our church is important in that matter. ഒരു കൺസെഷനും ആ കാര്യത്തിനകത്ത് നമുക്ക് We ഉണ്ടാവില്ല. won't get any concession regarding that matter. ഈ ജനം ഇവർക്കൊരു ദൈവത്തെ ഉണ്ടാക്കി, പക്ഷേ ആ ദൈവം ബൈബിളിലെ ദൈവം അല്ല. These Israelites are making a god of their own imagination, but that God is not the God of the Bible. ഇവിടെ ഇടയ്ക്കൊന്നൊരു കാര്യം പറഞ്ഞതിൻ്റെ വാക്കുകൾ നിർത്താം. ആരോനാണ് ഇവിടുത്തെ ലീഡർ. Aaron was the leader of that group. ഈ അഹരോന്റെ ഒരു 2-3 മിസ്റ്റേക്ക് ഈ ഭാഗത്തുണ്ട്. Aaron committed a couple of mistakes over here. മിസ്റ്റേക്ക് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് Aaron sins എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. Actually, we can say Aaron made a sin over here. നിങ്ങൾ അതിൻ്റെ 25-ാമത്തെ വാക്യം നോക്കിയേ. We can see verse 25. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാക്കാതെ വണ്ണം അഹരോൻ അവരെ അഴിച്ചു വിട്ട് കളയുവാൻ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട്. വാക്യം കണ്ടോ?
Now, when Moses saw that the people were out of control, for Aaron had let them get out of control to be a derision among their enemies. എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ആത്മീയരല്ലെങ്കിൽ അണികൾ ആത്മീയരാകുകയില്ല, അതാണ് അർത്ഥം. If a leader is not truly spiritual, then the rest of the congregation can't be spiritual. ഇവിടെ മാതൃകയാകേണ്ട ഞാൻ നിങ്ങൾക്ക് മാതൃകയാകുന്നില്ലെങ്കിൽ എൻ്റെ കോൺഗ്രിഗേഷൻ എന്ത് മോഡലാണുള്ളത്? If a pastor is not a good role model, how the congregation can follow that അത് leader? ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ റോൾ മോഡൽ ആകുന്നില്ലെങ്കിൽ ആ ലീഡർഷിപ്പിന് താഴെയുള്ള ആരും സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുകയില്ല, എല്ലാവരും കെട്ടഴിഞ്ഞ പോലെ നടക്കുള്ളൂ. We all need to think that if we all do not lead an ordered life, then we cannot be a role model for our family or for other members. We need to examine that. നമ്മുടെ ലീഡേഴ്സിനോടൊക്കെ നമ്മളിത് കൃത്യമായിട്ട് പറയേണ്ട കാര്യമാണ് അല്ലേ? We need to talk this thing very അവർ specifically. ആത്മീയരല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് എങ്ങനെ ആത്മീയരാകും? അഹരോൻ ആത്മീയത കാണിച്ചില്ല, അവൻ ജനത്തെ കെട്ടഴിച്ചു വിട്ടെന്നാ വായിക്കുന്നത്. Aaron, the leader, didn't show a holy leadership and the whole congregation turned aside. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകളിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ, സഭയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ നോർമൽ ബിലീവേഴ്സിനേക്കാൾ സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ളവരായിരിക്കണം. Those who are doing some services for God, they need to show and be an example for more spiritual maturity. അഹരോന് വേണമെങ്കിൽ പറയാമായിരുന്നു, നോ 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 നോ, ഇതുണ്ടാക്കാനായിട്ട് പറ്റില്ല എന്ന് അഹരോന് പറയാമായിരുന്നു. ഓൾറെഡി ഇവർക്ക് കമാൻഡ്മെന്റ് ഉണ്ട്. ചാപ്റ്റർ 20 വായിച്ചു നോക്കിയാൽ മതി. Aaron could have disrupted, or Aaron could have declined their request to prepare or make a god. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. But Aaron didn't do that. കാരണം എന്നറിയാമോ? അവൻ ജനത്തെ കെട്ടഴിച്ചു വിട്ടു. ഒന്നാമത്തെ കുഴപ്പമാണത്. But Aaron made the people to get out of control. നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു നേതൃത്വം ഉണ്ട്. വളരെ ദുഃഖത്തോടെ ഞാൻ പറയാം. Currently we can see certain leaderships are very സഭയുടെ loose. വളർച്ച വിഷയമല്ല, സഭയുടെ ആത്മീയത വിഷയമല്ല, അവർക്ക് അവരെ എങ്ങനെ അവിടെ ഇരുത്താം എന്ന് മാത്രമേ ചിന്തയുള്ളൂ. Certain leaders are not taking care of their congregation. They want to keep their prominence or their seat secure, and they don't concerned about the congregation. അഹരോന്റെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്നാണെന്നറിയാമോ? The second mistake committed by Aaron, He sought to please the people rather than pleasing God. he sought to please the people rather than seeking എന്നാ to please ജനം എന്ന് God. പറഞ്ഞപ്പോൾ എന്നാ ചെയ്തു? അന്നേരം തന്നെ അന്നൊരു കാര്യം ചെയ്യും, എല്ലാം കൊണ്ടുപോരെ എന്ന് പറഞ്ഞ ജനത്തിന്റെ ഇമാജിനേഷന് പറ്റിയ ഒരു ദൈവത്തെ ഉണ്ടാക്കി കൊടുത്തു. When people came and asked for another god, Aaron told, you can bring it, because he was a men pleaser at that time, people pleaser. നിങ്ങൾ 32 അധ്യായത്തിന്റെ ലാസ്റ്റ് വേഴ്സ് നോക്കിയേ, ചാപ്റ്റർ 32 വേഴ്സ് 36. ഇങ്ങനെയാണ് വായിക്കുന്നത്. അഹരോൻ ഉണ്ടാക്കിയ 35 വാക്യം, അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ the people forced him, he did it. Amen. Actually, this God was created by Aaron by the force of the people. ഇതുപോലെ തന്നെ സെയിം തെറ്റ് ചെയ്ത ഒരാൾ ഈ അധ്യായങ്ങളിൽ തന്നെ ഉണ്ട്. ആരാന്നറിയോ? Similarly, there is another man who also got into trouble. ജനം പറഞ്ഞു, ദൈവം കൽപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ജനം പറഞ്ഞപ്പോഴത്തേക്ക് മോശ പാറ എന്ത് ചെയ്തു? സെയിം മിസ്റ്റേക്ക്, റൈറ്റ്? പക്ഷേ മോശയ്ക്ക് അതിനെപ്പറ്റിയുള്ള പശ്ചാത്താപം നമുക്ക് കാണാം. The same mistake was committed by Moses. When people started to cry, Moses strike the rock. But still after that, Moses repented. സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടതായിരുന്നു. Aaron could have stood strong. അഹരോൻ ഒരിക്കലും ആ ജനത്തെ പ്രസാദിപ്പിക്കാൻ പാടില്ലായിരുന്നു. Aaron didn't even look at ഓൾറെഡി പ്രോമിസ് ഉള്ളതാണ്, നിങ്ങളെ ഞാൻ കനാനിൽ നടത്തും. പിന്നെ എന്തിനാണ് ജനത്തെ പ്രസാദിപ്പിക്കാനായിട്ട് പോയത്? അതാണ് തന്റെ രണ്ടാമത്തെ തെറ്റ്. The greatest mistake Aaron did was he was a men pleaser or people pleaser. പ്രിയപ്പെട്ടവരെ, പേഴ്സണലി എന്നോട് ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയാറുണ്ട്, സാമേ നീ ഇങ്ങനെ പ്രസംഗിച്ചാൽ ആരും നിന്നെ പ്രസംഗിക്കാൻ വിളിക്കുകയില്ലെന്ന് പറയാറുണ്ട്. Personally, many people told me that if you preach like that, no one will call you for preaching. ഞാൻ ഇവിടുന്ന് തന്നെ ചില യോഗത്തിനൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യാത്ര ചെയ്തപ്പോൾ സഭായോഗത്തിന് ശേഷം 2:30 വരെയൊക്കെ ദൈവവചനം പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. 12:30 തീരേണ്ട യോഗങ്ങളാണ്. Past several years, whenever I visited certain other places also, I usually continued preaching till 2:30 after the worship. പക്ഷേ ഞാൻ പറഞ്ഞത്
ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മതി, ജനത്തെ പ്രസാദിപ്പിക്കണ്ട. പോൾ എന്നാ പറഞ്ഞ, ഇന്നും ഞാൻ നിങ്ങളെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ദാസനായിട്ടിരിപ്പാൻ യോഗ്യനല്ല എന്നാണ് പറഞ്ഞത്. Always be remembered. Always try to please God rather than people. അഹരോന്റെ ഏറ്റവും ഇതെല്ലാം വളരെ കഠിനമായ തെറ്റുകളാണ്. എൻ്റെ നോട്ടത്തിൽ ഏറ്റവും വളരെ പ്രയാസകരമായ മൂന്നാമത്തെ തെറ്റ്, ഹി മിനിമൈസ് ദ ഗ്രാവിറ്റി ഓഫ് സിൻ ഇൻ അവോയ്ഡിങ് ഓണസ്റ്റ് കൺഫെഷൻ. പറഞ്ഞുതരാം. Hallelujah. ഇവിടെ വേഴ്സ് നമ്പർ 22, 23, ചാപ്റ്റർ 32 നോക്കിയേ. ആരോൻ ഈ തെറ്റിൻ്റെ ഗ്രാവിറ്റി അങ്ങ് കുറയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, നമ്മൾ പറയുന്ന പോലെ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല നമ്മളങ്ങ് പറയുന്ന പോലെ ആരോൻ ചെയ്യുന്ന ആ ചില പദങ്ങൾ അവിടെ ഉണ്ട്. 23, 22 നിങ്ങൾ നോക്കിയേ. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനൻ്റെ കോപം ജ്വലിക്കരുത്, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഒന്നാമത്തെ തെറ്റെന്നാണെന്നറിയാമോ? ഹി ബ്ലെയിം ദ പീപ്പിൾ. റൈറ്റ്? ആ വാക്യം വായിക്കുമ്പോൾ അങ്ങനല്ലേ? When we read, Aaron, he minimized the gravity of his sin. Amen. Aaron was trying to minimize the gravity of sin and he started to blame the people. ആ വാക്യത്തിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയല്ലേ? ഹി സ്റ്റാർട്ടഡ് ടു ബ്ലെയിം ദ പീപ്പിൾ. Amen. We can കാര്യം see, ജനം എന്നോട്, അഹരോന്റെ വാക്ക് കേട്ടോ, make a God ഇവരെല്ലാവരും പാപത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു നിനക്കറിയാവല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങ് undaki. എന്നെ നോക്കിയേ, 2-3 മിനിറ്റ് കൊണ്ട് നിർത്താം, നോക്കിയേ, ഞാൻ അങ്ങ് ചെയ്തു പോയതാ. He is minimizing the gravity of sin and blaming the people. They told me and I did it. രണ്ടാമത്തെ കാര്യം കൂടെ അവിടെ തന്നെയുണ്ട്. വേഴ്സ് 24 കണ്ടോ. ഞാൻ അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അതവർ എൻ്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്ത്. എത്ര മനോഹരം! അങ്ങനെ ലോകത്തിൽ ഏതെങ്കിലും കാളക്കുട്ടി പുറത്ത് വരുമോ തീയിൽ എന്തെങ്കിലും കൊണ്ടിട്ട്? ഒന്ന്, ഹി ബ്ലെയിം ദ പീപ്പിൾ. രണ്ട്, ഹി ബ്ലെയിം ദ ഫർണസ്. Amen. First he was blaming the people and next he was blaming the furnace. കൊത്തുളി കൊണ്ട് ഡിസൈൻ ചെയ്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്ത ആരോ പറയുകയാണ്, ഓണസ്റ്റ് കൺഫെഷൻ ചെയ്യുന്നതിന് പകരം ഹി ബ്ലെയിമിങ് ദ പീപ്പിൾ. ഹി ഈസ് ബ്ലെയിമിങ് ദ പീപ്പിൾ ആൻഡ് ഹി ഈസ് ബ്ലെയിമിങ് ദ ഫയർ. Amen. He engraved and he with the HSL and he made created a God for them, but he is actually blaming the furnace and blaming the people here for this idol. കാരണം എന്നാണെന്നറിയാമോ? അവരവരുടെ ഹൃദയത്തിൽ മിസ്രൈമിലേക്ക് തിരിഞ്ഞിരുന്നു. The reason behind all these actions are their heart or mind turned back to foreign god. പ്രിയപ്പെട്ടവരെ, ലൈഫ് ആപ്ലിക്കേഷനിലേക്ക് എല്ലാവരും വരണം. ഐപിക്കോസിലെ ഓരോ അംഗങ്ങളും, നിങ്ങൾ ദൈവോധനം ഈ ഒരു 5-8 മാസം ആയതേ ഉള്ളൂ ഞാൻ ബൈബിൾ സ്റ്റഡി എടുക്കാതായിട്ട്. നിങ്ങൾക്ക് ബൈബിൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു നല്ല ഗ്രൂപ്പ് ആളുകൾക്ക് അറിയാം. ഇതിൻ്റെ ടോട്ടൽ മീനിങ് അറിയാം, ഇതിൻ്റെ പർപ്പസ് അറിയാം. മറ്റ് വലിയ പെർഫോമൻസോ ബ്ലിങ്കിങ് ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ വെരി ഓണസ്റ്റ് ആയിട്ട് ദൈവമുമ്പാകെ പറയാം, ഞാൻ ട്രൂത്ത് മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഒരു വാക്കുപോലും ഞാൻ നിങ്ങളെ പ്രസാദിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, ഒറ്റ വാക്കുപോലും പറഞ്ഞിട്ടില്ല. I just want to remind you all that I am always preaching the truth. I do not want to be the congregation pleaser. I am always delivering the truth and according to the word of God. എനിക്ക് നിങ്ങൾ പ്രസാദിക്കണമെന്ന് ആലോചിച്ച് ഒരു സെൻറ്റൻസ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ വന്ന് പ്രസംഗിക്കാറുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. I am always praying before I come to the pulpit and I always ask God's pleasure on my speech. എല്ലാവരോടും ചോദിക്കട്ടെ, നമ്മൾ പ്ലീസ് ചെയ്യുന്ന ആരെയാ? കർത്താവിനെയാണോ അതോ ജനത്തെയാണോ? Let us all ask ourselves, are we trying to please human beings or the true God? ഞാൻ ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ എന്നാ പ്രയോജനം? After I preach all these messages, if my God is not pleased with me, what is the benefit of all these preachings? നമ്മൾ ആരാധിക്കുക, എപ്പോഴും നമ്മൾ ഈ ആരാധിക്കുക എന്ന് പറഞ്ഞുണ്ടല്ലോ, നമുക്ക് സന്തോഷം ഉണ്ടായാൽ പോരാ, കർത്താവിന് സന്തോഷം ഉണ്ടാകണം. When we worship God, we are not only the one who is enjoying the worship, our true God, the worshiping. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ അവരുടെ ചർച്ചയിൽ യോഗത്തിന് പോകുന്ന I like to worship with them. ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ കർത്താവേ, അവരുടെ കൂട്ടത്തിൽ പോകുന്നതിനാണോ സന്തോഷം? ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കണ്ടേ? Amen. ദൈവം സന്തോഷിക്കണ്ടേ?
അല്ലെങ്കിൽ എന്താണ് ഗുണം? We always need to think, if you go to and join a worship, if that worship is being pleased by God, then only you can join that worship. നമ്മൾ കോർപ്പറേറ്റ് വർഷിപ്പാണ് സൺഡേയിൽ, പക്ഷേ Hallelujah. 7 days നമ്മൾ ഇൻഡിവിജ്വലി കർത്താവിനെ ആരാധിക്കുകയാണ്. Though on Sunday is a corporate worship, 7 days of the week is an individual worship. 6 daysന്റെ ഓവർഫ്ലോയിങ് ആണ് 7th ഡേയിലെ കോർപ്പറേറ്റ് വർഷിപ്പിനകത്തുണ്ടാകുന്നത്. 6 days of individual worships overflow is actually displayed. Never blame the people, never minimize the sin, never blame the furnace. Amen. Never put a blame on others. Never put a blame on people, furnace, or never put a blame on others. ഇതിന് ശേഷമുള്ള സംഭവങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. കർത്താവിന് ഈ ജനത്തിന്റെ കൂടെ പോരുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ ജനം പാപത്തിലേക്ക് പോവുകയാണ്. The rest of the progress the people made, you should read. People are falling back into deep sin. നമ്മൾ മടങ്ങി വന്നില്ലെങ്കിൽ കർത്താവ് പറയും, ഞാൻ ഈ ജനത്തിന്റെ കൂടെ ഇനി വരികയില്ല. If we are also not repenting and not turning back, God will always say, I will not go with you. അങ്ങനെയുള്ളവരെ ന്യൂ ടെസ്റ്റ്മെന്റ് വിളിക്കുന്നത് എന്നാ അറിയാം? അപ്പോസ്റ്റേറ്റ് എന്നാ വിളിക്കുന്നത്. The New Testament is calling that group of people apostates. ആ ഗണത്തിൽ ഈ ചർച്ചിൽ ആരും ഉണ്ടാകരുത്. None of our congregation members should belong to that apostate group. Praise the Lord. Hallelujah. ഞാൻ please. Can you please stand up? Can you please stand up? ഒരു പ്രസംഗം കേട്ടെന്നല്ല, ആ ഹൃദയത്തിൽ ഉൾനട്ട വചനം. നമ്മൾ ഹമ്പിൾ ആയിരിക്കണം, നമ്മൾ പ്യുവർ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് പീറ്ററിൽ നമ്മൾ വായിച്ചത്. ഹമ്പിൾ ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ തിരുവെഴുത്ത് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സ്തോത്രം.